എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയും കയറ്റി ഷാജി ചേട്ടൻ ആ അനാഥാലയത്തിലേക്ക് എത്തുവാണ്. ഓട്ടോക്കാരൻ്റെ പേരാട്ടോ ഷാജി എന്ന്. അവിടെ ചെല്ലുന്നത് ഇത്തിരി ഗൗരവത്തോടു കൂടി അലീനയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് എടുത്തു വെക്കണം കേട്ടോ, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാണ് എന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അത് എടുത്തു വെക്കുവാണ്. അന്നേരം ആശാൻ വെറുതെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അവിടുന്ന് കയറിയപ്പം ഇറക്കാനും ഞാൻ കൂടാം എന്ന് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ അലീന, ഷാജി ചേട്ടാ ഒന്ന് സഹായിക്കാവോ, ഒരു കൈ സഹായിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഇത് വലിയ മെനക്കേടായല്ലോ എന്ന് പറഞ്ഞാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഏതായാലും അലീനയുടെ കൂടെ കൂടുന്നുണ്ട്. അതെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തുനിന്ന് രണ്ട് സിസ്റ്റർമാർ ഇറങ്ങി വരുന്നത്. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട്, അയ്യോടാ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലെന്ന് ആരാ പറഞ്ഞത്, ഇവിടെയാണെങ്കിൽ എല്ലാം തീർന്നിരിക്കുമായിരുന്നു, വല്ലവരും വിളിച്ചു പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ലെന്നേ ആരും വിളിച്ചു പറഞ്ഞൊന്നുമില്ല, എനിക്ക് ഇങ്ങോട്ട് ഇത്രയൊക്കെ കൊണ്ട് തന്നെന്ന് തോന്നി അങ്ങനെ കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പം വലിയ ഉപകാരമായി കേട്ടോ എന്നൊക്കെ പറയുന്നു. ഏതായാലും എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പം അവർ ചോദിക്കുന്നുണ്ട്, മോൾ എവിടുന്നാണ് വരുന്നത് എന്ന്. അന്നേരം അലീന പറയും, ഞാൻ കടപ്പാട്ടൂരിൽ നിന്നാണ് വരുന്നത്, അവിടെ നെടുമ്പുരിക്കൽ എന്നാണ് വീട്ടുപേര്, ഒരു ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉണ്ട് ആ പേരിൽ എന്ന് പറയുമ്പം സിസ്റ്റർ പറയുന്നുണ്ട്, ആ ശരിയാ, ആ സ്റ്റാൻഡിൻ്റെ അടുത്തല്ലേ ടെക്സ്റ്റൈൽസ്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെ നിന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഷാജിക്ക് ഭയങ്കര പുച്ഛം. ഷാജി ഇങ്ങനെ ഓർക്കുക, ഓ ജാട കോടീശ്വരിയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അന്നേരം ഷാജിച്ചൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് അലീന ചോദിക്കും. അന്നേരം ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് സിസ്റ്റർമാരുടെ യാത്രയൊക്കെ ചോദിച്ച് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അലീന വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പം എവിടെ ഇനി കൊണ്ടേ വിടേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ടൗണിൽ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി എന്ന് പറയുമ്പം ഷാജി പറയുവാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂലി ഇങ്ങ് തന്നേരെ എന്ന്. അന്നേരം അലീന 250 രൂപയായിരുന്നല്ലോ പറഞ്ഞതാ, ആ 250 രൂപ എടുത്ത് കൊടുക്കും. അന്നേരം എന്നെ നോക്കിയിട്ട്, ആ 250 തന്നെയുള്ളോ, ചായ കുടിക്കാൻ ഒരു 10 രൂപയും കൂടെ താവച്ചേ, എന്തിനാ ഇങ്ങനെ പിശിക്കുന്നത്, നിങ്ങളൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുവാണ്, ഷായിച്ചേട്ടാ ഞാൻ വലിയ കോടീശ്വരിയൊന്നുമല്ല, ഞാൻ ആ വീട്ടു ജോലിക്ക് വന്നതാണ്, അങ്ങനെ എനിക്ക് ശമ്പളം കിട്ടുമ്പം ആ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഞാൻ ഇതുപോലെ ഏതെങ്കിലും അനാഥാലയത്തിനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം ഷാജിക്ക് ഭയങ്കര അത്ഭുതം. അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഇങ്ങനെ വെറുതെ കളയുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ 10-20 വർഷം ജീവിച്ചത് ഇങ്ങനെ ഒരു അനാഥാലയത്തിലാണ്, അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അത്രയും കൂടെ കേൾക്കുന്നതെങ്കിൽ ആകെ ഒരു ചമ്മലും എന്തൊക്കെയോ ഒരു നാണക്കേട് പോലെ നമുക്ക് തോന്നുവാണ് ഷാജിക്ക്. കാരണം അലീനയുടെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞാലോ പൈസ മേടിച്ചത്, അതുകൊണ്ട് കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അന്നേരം അത് കാണുന്ന അലീന പറയുന്നുണ്ട്, അന്ന് എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ഷായിച്ചേട്ടാ, എൻ്റെ പേഴ്സിലെ പൈസയൊന്നും തീരത്തില്ല, അതിനകത്ത് പൈസ കാണും, അഥവാ പൈസ തീർന്നാലും എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ ഈശ്വരൻ അതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചേക്കും എന്നൂടെ പറയുവാണ്. അത് കേൾക്കുമ്പം ഷാജി കയ്യിൽ നിന്ന് ഒരു 100 രൂപ തിരിച്ചു കൊടുക്കുക. അന്നേരം അലീന, അതെന്തിനാ 100 രൂപ ഇങ്ങോട്ട് തരുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഷായിച്ചേട്ടൻ പറഞ്ഞ കൂലിയല്ലേ അങ്ങോട്ട് തന്നോളൂ, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, എനിക്ക് 100 രൂപ മതി, ഇത് പിടിക്കുക, 150 രൂപ തിരിച്ചു കൊടുത്തു, ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുക. അന്നേരം അത് തീരെ കുറഞ്ഞു പോകില്ലേ കൂലി, വേണ്ടെന്നേ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, അത് സാരമില്ല, ഇത് പിടിക്കുക, എന്നെ നാണം കെടുത്തല്ലേ എന്ന് പറയുവാണ്. അന്നേരം അലീന അതങ്ങ് മേടിക്കും. അന്നേരം ഷാജി പറയുന്നുണ്ട്, ഇനിയിപ്പം ടൗണിൽ നിന്ന് ഇതുപോലുള്ള എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ, എന്നെ വിളിക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അലീന ഓട്ടോയിൽ കയറി തിരിച്ചു പോരുക. പിന്നെ കാണിക്കുന്ന മാമച്ചായനെയാണ്. മാമച്ചായൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുവാണ് രേവതിക്കുട്ടി. എന്നിട്ട് പറയും, ആ രമേശൻ നായരാണെന്നാണ് തോന്നുന്നത് എന്ന്. അങ്ങനെ രേവതിക്കുട്ടി അങ്ങ് പോകും. അത് കൊണ്ട് കൊടുത്തിട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞ്, ഹലോ വെക്കുന്നത് രമേശൻ നായരെ, ഞാൻ കിളിമാനൂരിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ, ആ മനസ്സിലായി, എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കും. അല്ല, ഇവിടെ വരെ നിങ്ങൾ വന്നിട്ട് പോയിട്ട് ഒരു നന്ദി പറഞ്ഞില്ല, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ, അന്നേ നന്ദി പറഞ്ഞായിരുന്നല്ലോ എന്നാണ് മാമച്ചായൻ പറയുന്നത്. അന്നേരം ഇങ്ങോട്ട് നിങ്ങൾ വരാൻ വേണ്ടി എടുത്ത ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഒന്നുകൂടെ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് രേവതിക്കുട്ടി അവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവളിവിടെ ഉണ്ട്, വേറെ എവിടെ പോകാനാണ് എന്ന് മാമച്ചായൻ തിരിച്ചു ചോദിക്കും. അന്നേരം അവളുടെ കയ്യിലൊന്ന് കൊടുക്കാമോ, അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, അവളുടെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല, ചുമയോ പനിയോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് ആ കൊച്ചിൻ്റെ ശബ്ദം കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ, ഒന്ന് കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പം മാമച്ചായന് വലിയ താല്പര്യമില്ല, എങ്കിലും അവിടെ നിന്ന് രേവതിക്കുട്ടി എന്ന് വിളിക്കുവാണ്. അപ്പം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഗ്രേസിയമ്മ വരും. അന്നേരം ആരാ എന്ന് ചോദിക്കുമ്പോൾ, ആ രമേശൻ നായരാണ് എന്ന് പറയും മാമച്ചായൻ. അന്നേരം ദേഷ്യം വരും കേട്ടോ ഗ്രേസിയമ്മയ്ക്ക്. ഗ്രേസിയമ്മ ചോദിക്കും, അയാൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, ഇത്രയും നാളും അവരെവിടെയായിരുന്നു, ഒരു കൈക്കുഞ്ഞിനെയും അതിൻ്റെ അമ്മയും കൂടെ ഇറക്കി വിട്ടിട്ട് ഇപ്പോഴാണോ അന്വേഷിക്കാൻ തോന്നിയത് എന്നൊക്കെ ഗ്രേസിയമ്മ പറയുവാണ്. അന്നേരം നമുക്കിപ്പോൾ അതിനെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അവർക്കിപ്പം അവളെ 1-2
കൊണ്ടും പറഞ്ഞ് വിളിച്ച് അങ്ങോട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. മകനാണെങ്കിൽ മരിക്കാൻ കിടക്കുന്നു, അയാളാണെങ്കിൽ കുഴിയിലേക്ക് കാലും വെച്ചിരിക്കുവാണ്. ആ സ്വത്ത് മൊത്തം മകൻ്റെ ഭാര്യ അടിച്ചു മാറ്റുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു അവകാശം വേണം. അതിനല്ലേ രേവതിക്കുട്ടി ഇങ്ങനെ വിളിക്കുന്നത്? ഇതൊക്കെ എനിക്ക് മനസ്സിലാകൂ എന്നൊക്കെ ഗ്രേസിയമ്മ പറയുമ്പം മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, എടി ഇതൊക്കെ നീ എങ്ങനെയാടി മനസ്സിലാക്കിയെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെയാണ്, അറ്റം വരെ കടന്ന് ചിന്തിക്കും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഗ്രേസിയമ്മ പറയുന്നതെല്ലാം രമേശൻ നായർ കേൾക്കുന്നുണ്ടായിരുന്നു. രമേശൻ നായർ അങ്ങനെ അപ്പോഴാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്കോപ്പും കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ചിന്തിക്കുന്നത്. ഏതായാലും ഫോൺ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ അയാൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നത് ഒന്നും ഇഷ്ടമല്ല. കാരണം അവളുടെ അമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം അവരല്ലേ, അവരന്ന് നിഷ്കരുണ ഇറക്കി വിട്ടതുകൊണ്ടല്ല ആ പെങ്കുച്ച് ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ ദേഷ്യം അവൾക്ക് അയാളോടുണ്ട്, അവരോടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസിയമ്മ പറയുവാണ്. അന്നേരം മാംചായം പറയുന്നുണ്ട്, അന്ന് അങ്ങനെ ചെയ്തു എന്ന് കരുതി ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേക്കും രേവതിക്കുട്ടി അങ്ങോട്ട് വരും. എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിട്ട് 1 മണിക്കൂറായി, എപ്പോഴാണോ വരുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് ഫോണിൽ രമേശൻ നായരുണ്ട്, മോളോട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അങ്കിള് തന്നെ പറഞ്ഞാൽ മതി, എനിക്ക് താല്പര്യമില്ല എന്ന്, എനിക്ക് വേണ്ട എന്ന് പറയും. അന്നേരവും മാമച്ചായൻ പറയുന്നുണ്ട്, അങ്ങേരെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അത് തന്നെ അത് നേരിട്ടങ്ങ് പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാൻ തുടങ്ങുവാണ്. അതിന് മുമ്പ് ഹലോ വയ്ക്കുമ്പോഴത്തേക്കും മനസ്സിലായി ഫോൺ കട്ടായെന്ന്. കട്ടാക്കിയിട്ട് പോയി എന്ന് പറയുമ്പോൾ നന്നായി, ഇനി വിളിക്കുമ്പോൾ അങ്കിള് തന്നെ ആ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോൾ ഗ്രേസിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ, അവൾക്ക് അവരോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന്, ഇഷ്ടമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി എന്നാണ് ഗ്രേസിയമ്മ പറയുന്നത്. അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും അതുപോലെ ആ സ്വത്ത് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ, അവൾക്ക് അങ്ങനെ കുറച്ച് സ്വത്ത് കിട്ടുവാണെങ്കിൽ ചീത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കുമെന്ന്. ഗ്രേസിയമ്മയ്ക്ക് രേവതിക്കുട്ടി അങ്ങോട്ട് എടുക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കാണിക്കുന്ന മനുവിനെയാണ്. മനു നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ, താടിയൊക്കെ ട്രിം ചെയ്ത് നല്ല സുന്ദരനായിട്ടുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഷൂ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം വന്നിട്ട് അകത്തോട്ട് കയറി പോകുന്നതിന് പകരം കോളിംഗ് ബെൽ അടിച്ചിട്ട് അവിടെ നിൽക്കുവാണ്. അതായത് കൃഷ്ണമോൾ ഇറങ്ങി വരും. കൃഷ്ണമോൾ അണ്ടിമുടി ഒന്ന് നോക്കുകയെ, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മനുവായിട്ട് വാതിലിങ്ങനെ തുറന്നിട്ടിട്ടും അവിടെ നിന്നിങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നത്, കയറി വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇതുപോലത്തെ പ്രമാണിമാർ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകണം, അതുകൊണ്ടാണ് ബെല്ലടിച്ചതെന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെയാണോ, എങ്കിൽ മനു പ്രമാണി അകത്തോട്ട് കയറി പോരെ എന്ന് പറഞ്ഞാൽ കൃഷ്ണ കളിയാക്കുന്നുണ്ട്. മനു അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട്, ബ്യൂട്ടി പാർലറിൽ പോയോ, ഒന്ന് ഗ്ലാമർ കൂടിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ഓ ഗ്ലാമർ അതെനിക്ക് പണ്ടേ ഉണ്ട്, ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു എനിക്ക് കോളേജിൽ പഠിക്കുമ്പം എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അന്നുണ്ടായിരുന്നത് ഗ്രാമർ, ഞാൻ പറഞ്ഞത് ഗ്ലാമറിൻ്റെ കാര്യമാണ് എന്ന്. അന്നേരം ഇവളൊക്കെ ഇത്തിരി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചെവി പിടിച്ച് കിഴക്ക് കൊടുക്കുവാണ്. അന്നേരം അതൊക്കെ കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അന്നേരം എടാ മനു, നീ എത്ര ദിവസം ഉണ്ടടാ എറണാകുളത്ത്, എന്നാ തിരിച്ചു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, 2 ദിവസത്തെ ഓഫീസ് വർക്കുണ്ട് എന്ന് മനു പറയും. എന്നിട്ട് അലീന എന്തെന്ന് ചോദിക്കുവാണ്. അലീന റെഡി ആകുന്നു എന്ന് പറയും. അപ്പോഴത്തേക്കും അലീനെ റെഡിയായി വരുന്നുണ്ട്. ഒരു പുതിയ ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരിക്കുട്ടിയായിട്ടാണ് വരുന്നത്. അത് കണ്ട് 3 പേരും ഒന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുവാണ്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോഴത്തേക്കും അലീന ബാലേന്ദ്രനോട് യാത്ര ചോദിക്കുന്നു. അച്ഛൻ പോയിട്ട് വരാം എന്ന് പറയുമ്പം, എന്നാൽ ഇനി തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കും. ഒന്നെങ്കിൽ നാളെ വരും, അല്ലാതെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം എന്ന് പറയുവാണ്. എന്നാൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും. പൊയ്ക്കോളാൻ പറയും. യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. പുറകെ കൂടെ ചെല്ലുന്നുണ്ട് കൃഷ്ണമോളും. എന്നിട്ട് അലീന ഇറങ്ങി കഴിയുമ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന്. അന്നേരം ആണോടി എന്ന് പറയുമ്പോൾ, അതേന്നെ ശരിക്കും എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം 2 പേരെയും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ കല്യാണം കഴിഞ്ഞ കപ്പിൾസിനെ പോലെ ഉണ്ടെന്ന്. അന്നേരം അലീനെ തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട്. ഓടി മാറിയിട്ട് കൃഷ്ണമോൾ പറയും, ഞാൻ പറഞ്ഞത് സത്യമാ എന്ന്. ഏതായാലും 2 പേരൂടെ വണ്ടി കയറി പോരാൻ വേണ്ടി തുടങ്ങുവാണ്. മനു വന്ന് ഫ്രണ്ട് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ബാക്കിലെ സീറ്റിൽ കയറാൻ തുടങ്ങുവാണ് അലീന. അന്നേരം മനു ചോദിക്കും, എന്താ ഉദ്ദേശം, മേഡം ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക എന്ന് പറയും. അന്നേരം അലീന ഫ്രണ്ടിലോട്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും മനു പറയുന്നുണ്ട്, അതെ ഒരുപാട് വിനിയം അങ്ങ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഈഗോ ആയിട്ട് മാറുമെന്ന്. അലീന ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ 2 പേരൂടെ പോരുന്നത് നോക്കി നിൽക്കുവാണ് കൃഷ്ണമോൾ. അതിനിടയ്ക്ക് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാ തിരിച്ച് വരുന്നതെന്ന്. അപ്പം 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയുമ്പം, അത്രയും നേരം എനിക്കിവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല, നാളെ തന്നെ വരണം എന്ന് പറയുമ്പോൾ, നിനക്ക് കൂട്ടായിട്ട് അച്ഛനും ബബിതയും അവരെല്ലാവരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അലീന ചേച്ചി ഇല്ലാതെ ശരിയാകില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞാണ് കൃഷ്ണമോൾ അവിടുന്ന് യാത്രയാക്കുന്നത്. പോരുന്ന വഴിക്ക് മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ, എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ടാന്ന് പറയും. നിനക്ക് ബോറടിക്കുന്നില്ലടി ചോദിക്കുമ്പോൾ, അതും ഇല്ല എന്ന് പറയും. അതിനിടയ്ക്ക് മനു ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പം ആദ്യമായിട്ടല്ല ആ വീട്ടിലോട്ട് വരുന്നത്, എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പം, നിനക്ക് എന്നെ നാണം കെടുത്തണം, അതിനല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന, അല്ല മനുവേട്ടൻ അവിടെ വന്നിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങ് പോവല്ലേ, അല്ലാതെ അതിഥിയായിട്ട് അവിടെ കയറി വരുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പം, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിൻ്റെ കൂടെ ഞാൻ ആ വീട്ടിലോട്ട് വന്നാൽ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്ന്
എന്ന് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമല്ല ഞാൻ കൂടെ വരുന്നത് അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല മനുവേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ എന്ന് പറയുമ്പോൾ മനു പറയും അതെനിക്ക് ബുദ്ധിമുട്ടാണ്, ശരിക്കും പർവ്വതത്തിൻ്റെ മണ്ടയിലാണല്ലോ ആ വീടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അലീനെ കളിയാക്കുവാണ് മനു. അന്നേരം എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കും. അന്നേരം അതെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് വണ്ടി ഒരിടത്ത് നിർത്തുക. അന്നേരം അലീന ചോദിക്കുക എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കരിക്ക് കുടിക്കണമെന്ന് പറയും. അന്നേരം അലീന ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണേ. അന്നേരം വേണമെങ്കിൽ എൻ്റെ കൂടെ വാ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മനു. എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ രണ്ടുപേരുടെ. അന്നേരം മനു അലീനയുടെ കയ്യിലോട്ട് അങ്ങ് പിടിക്കും. അന്നേരം അലീനയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ്. ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പം അതേ ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്നേക്കണം, അല്ലാതെ പൂച്ച പോലെ ഇവിടെ നിന്നേക്കരുത് എന്ന് പറയുവാണ്. അതുപോലെ ക്രോസ് ചെയ്യുമ്പോൾ കൈ പിടിച്ച് ക്രോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ക്രോസ് ചെയ്തതിന് ശേഷം അലീനെ ഇങ്ങനെ സൈഡിലോട്ട്, വണ്ടി വരാത്ത സൈഡിലോട്ട് മാറ്റി നിർത്തിയാണ് നടന്നു പോകുന്നത് മനു. ഏതായാലും കരിക്ക് കൊടുക്കുന്ന ആളുടെ അടുത്ത് എന്നിട്ട് 2 കരിക്ക് എന്ന് പറയും. അതിന് അലീന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നല്ലതാണോ മനുവേട്ടാന്ന്. അന്നേരം കുടിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും നല്ല വൈബാണ് രണ്ടുപേരുടെ സംസാരമൊക്കെ കേൾക്കാൻ. അങ്ങനെ അലീനയ്ക്ക് ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞ് മനുവിനും കൊടുക്കും. അന്നേരം അലീനയോട് മനു ചോദിക്കുന്നുണ്ട് എന്താ കുടിക്കുന്നില്ലേന്ന്, നമുക്ക് ഒരുമിച്ച് കുടിക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് അലീന. മനുവിനും കിട്ടിക്കഴിയുമ്പോൾ രണ്ടുപേരോട് ഒരുമിച്ച് അത് കുടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും പരസ്പരം അവരവരുടെ സ്നേഹവും ഇഷ്ടവും ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ കണ്ണുകളിൽ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. ഏതായാലും നല്ല രസമുള്ള കുറേ സീനുകളാണ് അതെല്ലാം. പിന്നെ കാണിക്കുന്നത് പ്രൊമോ ആയിട്ടോ. പ്രൊമോയിൽ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് അവിടെ പോയി ഇറങ്ങി കഴിയുമ്പം അലീന മനുവിനോട് ചോദിക്കുക നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് കയറി ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന്. അന്നേരം മനു പറയും തോന്നും, കൂടി പോയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് തോന്നും, അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകണില്ലല്ലോ എന്നിങ്ങനെ പറയും. അങ്ങനെ രണ്ടുപേരോട് ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വാതിൽ ഓർക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകും. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അകത്ത് പോയെന്ന് അവർ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി അവളുടെ അച്ഛനെ കണ്ട കാര്യമൊക്കെ പറയുന്നു. അന്നേരം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം മോളെ എന്നൊക്കെ പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഒരു കാരണമാണ് എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത്, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അലീനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്.